വെൽക്കം ഫ്രണ്ട്സ്, ഏഗൺസ് ലേണേഴ്സ് ക്ലബിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചാണ്. ഇതൊരു കണ്ടിന്യൂഷൻ സീരീസ് ആണ്. സോ ഇത് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ കുറിച്ചുള്ള പാർട്ട് 2 ട്യൂട്ടോറിയലാണ്. നിങ്ങൾ ഫസ്റ്റ് പാർട്ട് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. ദയവ് ചെയ്ത് അത് കാണാൻ ശ്രമിക്കുക. ബിക്കോസ് ആസ് ഐ സെഡ്, ഇതൊരു കണ്ടിന്യൂഷൻ സീരീസ് ആണ്. പൊതുവെ 2 തരത്തിലാണ് ഫണ്ടമെൻ്റൽ അനാലിസിസിനെ നമ്മൾ തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, മറ്റൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. സോ ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ഓവറോൾ പിക്ചറാണ്, ഇത് പുറം കാഴ്ചയാണ്. ഇതിനെ ഫർദർ 4 തരംതിരിച്ചിട്ടുണ്ട്. ഒന്ന് കമ്പനി മാനേജ്മെൻറ്റ്, 2 ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്, 3 ഇന്നോവേഷൻസ് ഇൻ കമ്പനി, 4 പെർഫോമൻസ് ഓഫ് ദ കമ്പനി. അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്. ഇതെന്ന് വെച്ചാൽ ഇച്ചിരി ഉൾക്കാഴ്ചയാണ്, അതായത് ഇച്ചിരി ഇൻഡെപ്ത് സ്റ്റഡിയാണ്. ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനകത്താണ് നമ്മുടെ അക്കൗണ്ടിങ്ങും ഓഡിറ്റും എല്ലാം വരുന്നത്. ഇതിനെയും നമ്മൾ ഫർദർ 4 തരംതിരിച്ചിട്ടുണ്ട്: പ്രോഫിറ്റബിലിറ്റി, ലിക്വിഡിറ്റി, ആക്ടിവിറ്റി ആൻഡ് സോൾവൻസി. ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചും ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ക്വാളിറ്റേറ്റീവ് അനാലിസിസ്, ഇതിനകത്ത് ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് കമ്പനി മാനേജ്മെൻ്റ് ആണ്. നമുക്കറിയാം, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് പ്രാധാന്യം എത്രത്തോളമാണെന്നുള്ളത്. നോർമലി നമ്മൾ കാണുന്ന ഒരു പ്രവണതയുണ്ട്. ഒരു റാൻഡം കമ്പനി എടുത്തു നോക്കിയാൽ മതി, അതിൻ്റെ പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ഫുള്ളി ബ്ലഡ് റിലേറ്റീവ്സ് ആയിരിക്കും. മീൻസ് അമ്മ, അച്ഛൻ, മകൻ, മരുമകൻ, അങ്കിൾ, ആൻറ്റി, ഇങ്ങനെയൊക്കെ ആയിരിക്കും. ഇൻ ജനറൽ നമുക്ക് മനസ്സിലാക്കാം, ആ കമ്പനിയുടെ പ്രൊമോട്ടർഷിപ്പ് അവരുടെ ഫാമിലിയിൽ തന്നെ നിൽക്കണം എന്നൊരു ചിന്താഗതിയിലായിരിക്കും അവർ ആ കമ്പനി റൺ ചെയ്യിപ്പിക്കുക. അതായത് ഒന്നുകൂടി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അവർ ചിന്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ പെർട്ടിക്കുലർ കമ്പനി അതിൽ നിന്ന് എന്തെങ്കിലും പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റ് അവരുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ കയ്യിൽ തന്നെ വന്നാൽ മതി, പുറത്ത് ഒരിടത്തും പോകണ്ട എന്നൊരു ചുരുങ്ങിയ ചിന്താഗതിയിൽ ചിന്തിച്ച് ഒരു കമ്പനി റൺ ചെയ്യുന്ന ഒരു കൂട്ട ആൾക്കാരുണ്ട്. അതൊരു നല്ല ആറ്റിറ്റ്യൂഡ് അല്ല. ബിക്കോസ് ഇത് കമ്പനിയുടെ ഗ്രോത്തിനെ നല്ല രീതിയിൽ ബാധിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, 100 സിംഹത്തിൻ്റെ തലവൻ ഒരു കഴുതയായി കഴിഞ്ഞാൽ ആ 100 സിംഹങ്ങളും കഴുതയെ പോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങും. നേരെ മറിച്ച് 100 കഴുതകളുടെ തലവൻ ഒരു സിംഹമായാലോ, ആ കഴുതകളും സിംഹത്തെ പോലെ പെരുമാറും. സോ ഇവിടെ പലപ്പോഴും പറ്റിപ്പോകുന്നതും ഈ ബ്ലഡ് റിലേറ്റീവ്സിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന കമ്പനീസ് പറ്റുന്നതും ഒരു പക്ഷേ ഈ കഴുതകൾ തലവനാവുന്ന അവസ്ഥയായിരിക്കും. എല്ലാ കമ്പനിയിലും ഉണ്ടാവണമെന്നില്ല, ബട്ട് പറയുന്നതാണ്. സോ ബെറ്റർ നമ്മൾ ശ്രദ്ധിക്കുക. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ അല്ലെങ്കിൽ പ്രൊമോട്ടേഴ്സിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് MBA ഹോൾഡേഴ്സോ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റോ കമ്പനി സെക്രട്ടറീസോ ആണ് മേൽനോട്ടം വഹിക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയിൽ നമുക്ക് ഒത്തിരി പ്രതീക്ഷ കൂടും. സോ ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. രണ്ടാമത് ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ്. എങ്ങനെയാണ് പബ്ലിക് ആ കമ്പനിയുടെ പെർട്ടിക്കുലർ പ്രോഡക്ട്സിനെ നോക്കിക്കാണുന്നത് എന്നാണ് ഈ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലവർക്ക് അത് ഇഷ്ടപ്പെടാമെന്ന് വരാം, ചിലവർക്ക് മോശമാണെന്ന് അഭിപ്രായം വരാം. ഓവറോൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ക്വാളിറ്റി ഓഫ് പ്രോഡക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞ് ഇന്നോവേറ്റീവ് പ്ലാൻസ്. ഒരു കമ്പനി ആകുമ്പോൾ അതെപ്പോഴും ത്രൂ ഔട്ട് ദ ഇയർ പ്രോഡക്ട്സ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അല്ലേ? അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റിൽ തന്നെ എന്തൊക്കെ ഇന്നോവേഷൻസ് ആണ് ഒരു കമ്പനിക്ക് കൊണ്ടുവരാൻ സാധിക്കുക, അതിനെയാണ് ഇവിടെ ഇന്നോവേഷൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, മുമ്പൊക്കെ നമുക്കറിയാം, കാർ കമ്പനീസ് എടുത്തു കഴിഞ്ഞാൽ അവർ ആദ്യം സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം കൊണ്ടുവന്നു. ലേറ്റർ ഇപ്പോൾ അവർ എന്താ കൊണ്ടുവരുന്ന IV ബാൻഡ് കൊണ്ടുവന്നു, അല്ലേ? ഇപ്പോൾ കയ്യിലൊരു സ്ട്രിപ്പ് ഉണ്ടായിരുന്നാൽ മതി. ഇത്തരത്തിലുള്ള ഇന്നോവേഷൻസ് ഒരു കമ്പനിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ആസ്പെക്റ്റാണ്. അടുത്ത സബ്ഡിവിഷനാണ് ഇൻഡസ്ട്രി പെർഫോമൻസ്. അതായത് ഒരു പെർട്ടിക്കുലർ കമ്പനി അതിൻ്റെ പിയർ ഗ്രൂപ്പുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ പിയർ ഗ്രൂപ്പ് ഇൻഡസ്ട്രീസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് എത്രത്തോളം കാഴ്ചവെക്കുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സിപ്ല എന്ന മെഡിക്കൽ കമ്പനീനെ എടുക്കാം, ഫാർമസ്യൂട്ടിക്കൽസ് കമ്പനീനെ എടുക്കാം. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ റെസ്പിറേറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടാക്കുന്ന ഒരേ ഒരു മെഡിസിൻ ഗ്രൂപ്പാണ് സിപ്ല എന്ന് പറയുന്നത്. അവർക്കൊരു നല്ല കോമ്പറ്റീറ്റർ ഇതുവരെ ആരും വന്നിട്ടില്ല. റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി തന്നെയാണ്, അല്ലേ? ഒരു മെഡിസിൻ ഉണ്ടാക്കാനായിട്ട് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു സാൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യണം, അല്ലേ? കണ്ടുപിടിക്കണം. അപ്പോൾ ആ സാൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഇക്വേഷൻ കാണും.
ആ ഇക്വേഷൻ, അതായത് സിപ്ലൈ അടുത്തുള്ള ആ പെർട്ടിക്കുലർ ഡിസീസിന് വേണ്ടിയിട്ടുള്ള മെഡിസിനുള്ള ആ സോൾട്ടിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ അത്രത്തോളം സോളിഡാണ്. അതിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു കമ്പനി വരുന്നില്ല. അതാണ് ആ സിപ്ലൈ എന്ന് പറയുന്ന കമ്പനിയുടെ സക്സസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെന്ന് വെച്ചാൽ അരവിന്ദോ ഫാർമ. അരവിന്ദോ ഫാർമയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനി. ഈ പറഞ്ഞ പോലെ സിപ്ലയുടെ കേസ് പോലെ ഈ അരവിന്ദോ ഫാർമയുടെയും ഈ ആൻറ്റിബയോട്ടിക്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സോൾട്ടിൻ്റെ ഇക്വേഷൻ അത് സ്ട്രോങ് ആണ്. അതുകൊണ്ടാണ് ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ആ പെർട്ടിക്കുലർ ഫീൽഡ് ഓഫ് മെഡിസിനിൽ അരവിന്ദോ ഫാർമ ഇപ്പോഴും കിങ് ആയിട്ട് നിൽക്കുന്നത്. ഇതാണ് ഞാൻ ഇൻഡസ്ട്രി പെർഫോമൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു യുണീക്കായിട്ടുള്ള ഇന്നോവേഷൻ കാരണം കമ്പനിയുടെ പെർഫോമൻസ് ഓൾ ടൈം ഒരേ ലെവലിൽ കീപ്പ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ ഇച്ചിരി മുകളിലേക്ക് പോവുക. അങ്ങനെയുള്ള കമ്പനീസിൻ്റെ വേണം നമ്മൾ എപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്യൂച്ചർ ഗ്രോത്ത് ആൾറെഡി എക്സ്പെക്ട് ചെയ്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും. അപ്പോൾ അടുത്തത് ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ആണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് പ്രോഫിറ്റബിലിറ്റിയാണ്. എന്താണ് ഈ പ്രോഫിറ്റബിലിറ്റി കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പല കമ്പനീസും അവരുടെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന ലോസിലായിരിക്കും. ബട്ട് എന്നാലും ആ പർട്ടിക്കുലർ സ്റ്റോക്കിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബുള്ളിഷ് ആയിരിക്കും, അപ് ട്രെൻഡ് ആയിരിക്കും അതിൽ ഷോ ചെയ്യുന്നത്. ഇവിടെ പല ഇൻവെസ്റ്റേഴ്സും പെട്ടുപോകാറുണ്ട്. ഇപ്പം എനിക്കറിയാവുന്ന ഒത്തിരി കേസുണ്ട്. അതായത് ഇപ്പോൾ ഒരാളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എടാ നെറ്റ് പ്രോഫിറ്റ് ഈ കമ്പനിയുടെ ലോസാണ്, നീ എന്തിനാ ഇത് വീണ്ടും ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, എക്സിറ്റ് ആയിക്കൂടെ? അപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന റിപ്ലൈ ആണ്, ഇല്ല ചാർട്ട് പക്ഷേ പോസിറ്റീവാണ് കാണിക്കുന്നത്, അതുകൊണ്ട് ഞാനിത് ഹോൾഡ് ചെയ്യുന്നു. ആൻഡ് മോറോവർ ഞാൻ ഷോർട്ട് ടൈമിലത്തേക്കല്ല, എനിക്ക് ലോങ് ടൈം ബെറ്റാണ് തന്നെ. സോ ഇന്നല്ലെങ്കിൽ നാളെ അത് മുകളിലേക്ക് വരും എന്നൊരു ആൻസർ ആയിരിക്കും എനിക്ക് പലപ്പോഴും കിട്ടാറുള്ളത്. ഇതൊരു തെറ്റായ പ്രവണതയാണ്. ഓക്കെ. രണ്ട്, ലിക്വിഡിറ്റി ഉണ്ട്, സോൾവൻസി ഉണ്ട്. ഇപ്പോൾ ലിക്വിഡിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിക്ക് വരുന്ന ഷോർട്ട് ടേം എക്സ്പെൻസസിന് വേണ്ടിയിട്ട് കരുതി വയ്ക്കുന്ന പണം എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ സേവിങ് ബാങ്ക് അക്കൗണ്ട് പോലെ, അതായത് എപ്പോഴും ആവശ്യം വരുന്നു പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റണം, ക്യാഷ് എടുക്കാൻ പറ്റണം. അതുപോലെ തന്നെ ചില അസറ്റ്സ് റെഡിലി വിറ്റിട്ടാണെന്നാലും കുഴപ്പമില്ല. അപ്പോൾ പെട്ടെന്ന് മറ്റൊരിടത്തിൽ ക്യാഷ് ഓൺ ഹാൻഡ് എന്ന് വേണമെങ്കിൽ പറയാം. റെഡിലി അവൈലബിൾ ആയിട്ടുള്ള ക്യാഷ് എന്തിനു വേണ്ടിയിട്ട്? ഷോർട്ട് ടൈമിൽ വരുന്ന എക്സ്പെൻസിനെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെയാണ് ഈ ലിക്വിഡിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയും അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. ഈ ലിക്വിഡിറ്റിയുടെ കേസിൽ പല കമ്പനിയുടെ കയ്യിലും ഷോർട്ട് ടൈം ക്യാഷ് കാണത്തില്ല, ബട്ട് അവരുടെ ചാർട്ടും എപ്പോഴും ബുള്ളിഷായിട്ട് കാണിക്കും. അതുപോലെ തന്നെ ലിക്വിഡിറ്റി കേസിൽ വേറൊരു കാര്യം കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. കമ്പനി എങ്ങനെയാണ് അവരുടെ റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യുന്നത്, അതായത് ഇൻവെൻട്രീസ് യൂട്ടിലൈസ് ചെയ്യുന്നത് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കേണ്ട കാര്യമുണ്ട്. ഈ ലിക്വിഡിറ്റി നേരെ ഓപ്പോസിറ്റാണ് സോൾവൻസി. സോൾവൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടേമിൽ വരുന്ന എക്സ്പെൻസസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാഷ് എന്നർത്ഥം. സോ അതിന് വേണ്ടിയിട്ട് പൊതുവെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ FDസോ ബോണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാറാണ് പതിവ് കമ്പനീസ്. അത് കഴിഞ്ഞ് വരുന്നത് ആക്ടിവിറ്റീസ്. ഒരു ടയർ കമ്പനി നമ്മളിവിടെ എക്സാമ്പിളായിട്ട് എടുക്കാം. നമ്മൾ നോക്കുമ്പോൾ ഫാക്ടറി ഒന്നും പ്രവർത്തിക്കുന്നുണ്ട്, പ്രൊഡക്ഷൻ ഉണ്ട്. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് സെയിലായാൽ മാത്രമേ കമ്പനിക്ക് റവന്യൂ ജനറേറ്റ് ആവും, അല്ലേ? ആൻഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയതിന് ശേഷം ഇപ്പോൾ ഡിമാൻഡ് ഇല്ല എന്നൊരവസ്ഥ വരികയാണെങ്കിലോ ഇവർക്ക് ഇതെല്ലാം കൊണ്ട് വെയർ ഹൗസിലോ അല്ലെങ്കിൽ ഗോഡൗൺസിലോ വയ്ക്കേണ്ടി വരും. സോ ഡിമാൻഡ് ഇല്ലാതെ പ്രോഡക്ട്സ് മാത്രം ഒത്തിരി ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഈ പറഞ്ഞ പോലെ ഗോഡൗണിലോ അല്ലെങ്കിൽ ഫാക്ടറി ഔട്ട്ലെറ്റിലോ എവിടെയെങ്കിലും വയ്ക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. സോ ഇതിനെയാണ് ഞാൻ ആക്ടിവിറ്റീസ് കൊണ്ട് ഉദ്ദേശിച്ചത്. നമ്മൾ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മളൊരു കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആ കമ്പനി ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഓൺ ഇയർലി ബേസിലോ അല്ലെങ്കിൽ ഓൺ ക്വാർട്ടർലി ബേസിലോ ഈ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് എല്ലാം വിറ്റ് പോകുന്നുണ്ടോ ഇല്ലയോ നമ്മൾ എപ്പോഴും ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് സെയിൽസ് റിപ്പോർട്ടിൽ ക്ലിയർ കട്ടായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും. ഇനി അഥവാ ഈ ഉണ്ടാക്കുന്ന പ്രോഡക്ട്സ് ഒന്നും വിറ്റേച്ച് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത കാലയളവിനകം ഇറ്റ് മീൻസ് കമ്പനിയിൽ എന്തോ പ്രശ്നമുണ്ട്, സംതിങ് ഫിഷിങ്. നമുക്ക് കൂടുതൽ സ്റ്റഡി ആവശ്യമായിട്ട് വരും. അടുത്തതായി നമുക്ക് ഫണ്ടമെൻ്റലി ഗുഡ് കമ്പനീസിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കുറച്ച് തമ്പ് റൂൾസ് ഉണ്ട്. സോ അതിനാവശ്യമായിട്ടുള്ള കുറച്ച് കീ റേഷ്യോസ് ഉണ്ട്. ആ കീ റേഷ്യോസിലേക്ക് നമുക്ക് കിടക്കാം. നമ്പർ 1 വരുന്നത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ്, അതായത് മാർക്കറ്റ് ക്യാപ്പ്. എന്താണ് ഈ മാർക്കറ്റ് ക്യാപ്പ്? ഒന്നുമില്ല, ഒരു കമ്പനിയുടെ വാല്യൂ ആണ്. സോ മാർക്കറ്റ് ക്യാപ്പിൻ്റെ ഇക്വേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ്, അതായത് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഇൻറ്റു കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്നാണ്. നമുക്കെല്ലാം അറിയാം നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് എന്താണെന്ന്. ഈ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ?
ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിളിൻ്റെ രീതിയിൽ പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു കമ്പനിക്ക് പൈസ ആവശ്യമായിട്ട് വരുമ്പോഴാണ് ആ കമ്പനി IPO റേസ് ചെയ്യുന്നത് അല്ലേ. ഈ IPO റേസ് ചെയ്യുന്ന സമയത്ത് IPO റേസ് ചെയ്തുകൊണ്ട് അവർ ഫണ്ട് കളക്ട് ചെയ്യും. അങ്ങനെ ഫണ്ട് കളക്ട് ചെയ്യുന്ന സമയത്ത് അതിന് ബദലായിട്ട് കമ്പനി എന്തെങ്കിലും കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ കമ്പനി എന്ത് കൊടുക്കും? ഫണ്ട് കളക്ട് ചെയ്തിട്ട് അതിൻ്റെ അഗൻസ്റ്റായിട്ട് ഷെയർസ് കൊടുക്കും. അങ്ങനെ ഒരു വ്യക്തി തൻ്റെ കയ്യിലിരിക്കുന്ന ഫണ്ട് മുടക്കി, അതായത് കമ്പനിക്ക് കൊടുത്തിട്ട് ഒരു ഷെയർ മേടിക്കുന്ന സമയത്ത് ആ വ്യക്തി അറിയാതെ തന്നെ ആ കമ്പനിയുടെ ഒരു ചെറിയൊരു ഓണർഷിപ്പ് നേടുകയാണ്, അതായത് ഒരു ഷെയർ ഹോൾഡറായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കമ്പനി ഇത്ര നാളായിട്ട് അല്ലെങ്കിൽ ഇതുവരേക്കും എത്ര ഷെയർസാണോ പബ്ലിക്കിന് കൊടുത്തേക്കുന്നത്, അത് പുറത്ത് വിട്ടേക്കുന്നത്, ആ ഷെയർസിനെ എല്ലാം കൂടെ ചേർത്ത് പറയുന്നതാണ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ്. ഇനി IPO എന്ന രീതിയിൽ മാത്രമല്ല ഒരു കമ്പനി ഫണ്ട് റേസ് ചെയ്യുന്നത്. സംടൈംസ് കമ്പനിയുടെ എക്സ്പാൻഷന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കമ്പനിയുടെ ലോൺസ്, ബോറോയിങ്സ് ഇതെല്ലാം റീപേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കമ്പനീസ് ഇങ്ങനെ ഫണ്ട് റേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം ഫണ്ട് റേസ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, റിലീസ് ചെയ്യും. നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് അവർ റിലീസ് ചെയ്താണ് ഫണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. സോ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കമ്പനിക്ക് എപ്പോഴും വേണമെങ്കിലും നമ്പർ ഓഫ് ഷെയർസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. വിത്ത് കൺകറൻസ് ഓഫ് സെബി ഇതിന് പെർമിഷൻ കൊടുക്കുകയാണ് ചെയ്യാറ്. സോ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ഡൗട്ട് വരാം, അതായത് നമ്പർ ഓഫ് ഷെയർസ് ഇൻക്രീസ് ആകുന്ന സമയത്ത് അൾട്ടിമേറ്റ്ലി ഷെയർ പ്രൈസും ഇൻക്രീസ് ആവേണ്ടതല്ലേ എന്നുള്ളത്. ബട്ട് ഇവിടെ അങ്ങനെ ഒരു അർത്ഥമില്ല. ബിക്കോസ് റിമെമ്പർ, മാർക്കറ്റ് ക്യാപ്പ് കൂടുന്നത് കൊണ്ട് ആ കമ്പനിയുടെ ഷെയർ പ്രൈസും കൂടണമെന്ന അർത്ഥമില്ല. നമ്മളൊരു കാര്യം ഓർക്കുക, റിപ്പീറ്റായിട്ട് ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് കൂടുകയോ കുറയുകയോ ചെയ്യുകയാണെങ്കിൽ അതൊരു നല്ല പ്രവണതയല്ല. ഇറ്റ്സ് നോട്ട് എ ഗുഡ് സൈൻ. പക്ഷെ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കേണ്ടി വരും. ഒരു 8-10 വർഷത്തെ ഹിസ്റ്റോറിക്കൽ ഡേറ്റ നോക്കേണ്ടതായിട്ട് വരും. സോ അങ്ങനെയുള്ള കമ്പനീസ്, അതായത് അൺനെസസറി മാനിപ്പുലേറ്റ് ചെയ്ത് മാർക്കറ്റ് ക്യാപ്പ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസിനെ നമ്മൾ അവോയ്ഡ് ചെയ്യുക. ആൻഡ് മോറോവർ എന്താ പറയുക, സംടൈംസ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയും കമ്പനി ഫണ്ട് റേസ് ചെയ്യാറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പാൻഷന് വേണ്ടിയിട്ടോ എടുത്തേക്കുന്ന ലോൺ റീപേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടോ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷേ നമുക്കത് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യേണ്ടി വരും, എന്താവശ്യത്തിനാണ് അവർ ഈ ഫണ്ട് റേസ് ചെയ്യുന്നത്. പക്ഷേ ഓവറോൾ ഇത്രയും മനസ്സിലാക്കുക, അൺനെസറി ആയിട്ട് കഴിഞ്ഞ ഒരു 7-8 വർഷം കൊണ്ട് മാർക്കറ്റ് ക്യാപ്പ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന കമ്പനീസ് നമ്മൾ സ്ട്രിക്ട്ലി അങ്ങ് അവോയ്ഡ് ചെയ്യുക. 3 തരത്തിലാണ് മാർക്കറ്റ് ക്യാപ്പ് വെച്ചിട്ട് കമ്പനീസിനെ തരംതിരിക്കുന്നത്. അതായത് സ്മോൾ ക്യാപ്പ്, മിഡ് ക്യാപ്പ്, ലാർജ് ക്യാപ്പ് എന്ന 3 ക്രൈറ്റീരിയ ഉണ്ട്. നോർമലി പറയുന്ന ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിലോ 5000 കോടിക്ക് താഴെയാണ് എൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എങ്കിൽ ആ കമ്പനി സ്മോൾ ക്യാപ്പ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുക. അതുപോലെ തന്നെ 5000 മുതൽ 1,00,000 കോടിക്ക് ഇടയ്ക്ക് വരെ വരുന്ന ആ മാർക്കറ്റ് ക്യാപ്പിൽ ഇടയ്ക്ക് വരുന്ന കമ്പനീസിനെ നമ്മൾ മിഡ് ക്യാപ്പ് കമ്പനീസ് എന്നും പറയും. 1,00,000 കോടിക്ക് മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനീസ് നമ്മൾ ലാർജ് ക്യാപ്പ് കമ്പനീസ് എന്നും പറയും. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഈ 5000, 1 കോടി എന്നൊക്കെ ഞാനിപ്പോൾ പറഞ്ഞത് അത് ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. NSE അതിനെ ചേഞ്ച് ചെയ്യിപ്പിക്കും, അതായത് സെബി അതിനെ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സോ ഇതൊരു കോൺസ്റ്റൻറ്റ് എമൗണ്ട് അല്ല. നോർമലി ആൾക്കാർ ഈ മാർക്കറ്റ് ക്യാപ്പ് എന്തിനാണ് നോക്കുന്നതെന്നറിയാം ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത്? വേറൊന്നുമല്ല, മെയിനായിട്ട് 2 റീസൺ കൊണ്ടാണ്. ഒന്ന്, ലാർജ് ക്യാപ്പ് കമ്പനി ആകുമ്പോൾ സെക്യൂരിറ്റി കൂടുതലാണ്, അതൊരു ഫ്രണ്ട് ലൈൻ സ്റ്റോക്സിൽ വരും. സോ പെട്ടെന്നൊന്നും അതിനൊരു തകർച്ച വീഴത്തില്ല. 2, ഈ പറഞ്ഞ ലാർജ് ക്യാപ്പ് കമ്പനീസ് ആകുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ഷെയർ ഹോൾഡേഴ്സിന് ഡിവിഡൻസ് തന്നുകൊണ്ടേയിരിക്കും. അത് നല്ലൊരു എമൗണ്ട് ആയിരിക്കും ഡിവിഡൻ്റായിട്ട് വരുത്തുക, ക്വാർട്ടർലിയും ഇയർലിയും ഹാഫ് ഇയർലിയും ഒക്കെ. സോ ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് നോർമലി പബ്ലിക് ഈ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്ന ക്രൈറ്റീരിയ കൂടുതലായിട്ട് നോക്കിയിട്ട് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ചാർട്ട് നോക്കാം. Nifty 50 സ്റ്റോക്ക്, അതായത് നമ്മുടെ ഇൻഡെക്സിലെ മാർക്കറ്റ് ക്യാപ്പ് അനുസരിച്ച് കമ്പനീസിൻ്റെ സീനിയോറിറ്റി ലിസ്റ്റാണ്. ഇതിൽ നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും, ഇതിൽ നമ്പർ 1 പൊസിഷനിൽ നിൽക്കുന്ന റിലയൻസ് ആണ്. 1,68,807 കോടിയാണ് ഈ റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്. നമ്മൾ ഇക്വേഷൻ പഠിച്ചു എന്താണെന്നുള്ളത്, നമ്പർ ഓഫ് ഷെയർസ് ഇൻടു കറണ്ട് മാർക്കറ്റ് പ്രൈസാണ്. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, ഈ മാർക്കറ്റ് ക്യാപ്പ് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ, റിലയൻസിൻ്റെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 1500 റേഞ്ചാണ്. സപ്പോസ് 1500 വയ്ക്കാം. ആൻഡ് റിലയൻസ് എന്ന കമ്പനിയുടെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് ഇതുവരെ പുറത്തു വിട്ടിട്ടുള്ള ഷെയർസ് എന്ന് പറയുന്നത് 633 കോടിയാണ്. അപ്പോൾ 633 കോടി ഇൻറ്റു
1500 കറണ്ട് മാർക്കറ്റ് പ്രൈസ്, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് ഈ എമൗണ്ട്. അതായത് 1,68,807 കോടി രൂപ. ഇതാണ് റിലയൻസ് എന്ന് പറയുന്ന കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ്. അതുപോലെ തന്നെ മാർക്കറ്റ് ക്യാപ്പിൽ രണ്ടാം പൊസിഷനിൽ നിൽക്കുന്ന ആളാണ് ടി സി എസ്. ടി സി എസിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് നോക്കിയേ, 7,68,526 കോടി രൂപ. അത് കഴിഞ്ഞ് HDFC ബാങ്ക്, യൂണിലിവർ, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, എയർടെൽ, HDFC, ഇൻഫോസിസ്, ഇങ്ങനെ അത് ആ സീനിയോറിറ്റി ലിസ്റ്റ് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇനി ഇതെന്ന് പറയുന്നത് നമുക്കറിയാം, നിഫ്റ്റി 50 എന്ന് പറയുന്ന ഇൻഡെക്സിൽ 50 സ്റ്റോക്ക് ഉണ്ട്. ഈ 50 സ്റ്റോക്കിനും ഓരോ വെയിറ്റേജ് ഉണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇനി ഇവിടെ നോക്കാൻ പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് ക്യാപ്പിൽ മുൻപന്തിയിൽ നിൽക്കുന്ന റിലയൻസ് തന്നെയാണ് വെയിറ്റേജിൻ്റെ കാര്യത്തിൽ മുൻപന്തി നിൽക്കുന്നത്. ടോട്ടൽ നിഫ്റ്റി 50 ഇൻഡീസസിൻ്റെ 11.84% റിലയൻസിൻ്റെ മൂവ്മെൻറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. റിലയൻസ് എന്ന സ്റ്റോക്കിന് 11.84% ആണ് വെയിറ്റേജ് കൊടുത്തേക്കുന്നത്. അപ്പോൾ റിലയൻസിൻ്റെ 1 രൂപ മൂവ്മെൻറ്റിന് ആ ഇൻഡെക്സിൽ വരുന്ന മൂവ്മെൻറ്റ് നിങ്ങൾക്കൊന്ന് ഊഹിക്കാന്നുള്ളതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നിൽക്കുന്ന രണ്ടാം പതിൽ നിൽക്കുന്നത് HDFC ബാങ്കാണ്. 10.31% വെയിറ്റേജ്. അത് കഴിഞ്ഞ് HDFC, ഇൻഫോസിസ്, ICIC, TCS, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും ഈ സീനിയോറിറ്റി ലിസ്റ്റ്. സമയപരിധി മൂലം ഈ വീഡിയോയിൽ ഇത്രമാത്രം. ഫണ്ടമെൻ്റൽ അനാലിസിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളും വിശദീകരണങ്ങളുമായി അടുത്ത അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ദയവ് ചെയ്ത് മറക്കരുത്. സോ സ്റ്റേ ട്യൂൺ, സ്റ്റേ സേഫ്, always keep smiling. Thank you.